കത്തോലിക്ക സഭയിലെ മരിയ ഭക്തർ കർമ്മല മാതാവിന്റെ ഉത്തരീയം ആത്മീയ സംരക്ഷണത്തിന്റെ അടയാളമായും സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള പ്രതിജ്ഞാബദ്ധവുമായാണ് വിശ്വാസികൾ ഇതിനെ കാണുന്നത്. എന്നാൽ കേവലം ഒരു ഭക്തിവസ്തു എന്നതിനപ്പുറം ഉത്തരീയം ധരിക്കുന്ന ഏവരും അറിഞ്ഞിരിക്കേണ്ട 12 പ്രധാന കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് ഇതൊരു ഏലസോ അന്ധവിശ്വാസമോ അല്ല എന്നുള്ളത്. ഉത്തരീയം ധരിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് പാപമോചനമോ സ്വർഗരാജ്യമോ ഉറപ്പാകുന്നില്ല. അത് ക്രിസ്തീയ ജീവിതത്തിന്റെ കടമകളിൽ നിന്നുള്ള ഒളിച്ചോട്ടവുമല്ല. നിങ്ങൾക്ക് പാപത്തിൽ മരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാപത്തിൽ തന്നെ മരിക്കും. എന്നാൽ അപ്പോൾ നിങ്ങളുടെ കഴുത്തിൽ ഉത്തരീയം ഉണ്ടായിരിക്കില്ല എന്ന് വിശുദ്ധ ക്ലോഡ് ഡി ലെ കൊളംബിയൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ രണ്ടാമത്തേതാണ് ഇതൊരു വസ്ത്രമായിരുന്നു എന്നുള്ളത്. സ്കാപ്ലർ എന്ന വാക്ക് സ്കാപ്പുലെ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത്. ചുമലുകൾ അഥവാ തോളെല്ലുകൾ എന്നാണ് ഇതിന്റെ അർത്ഥം. പണ്ടുകാലത്ത് സന്യാസിമാർ ജോലി ചെയ്യുമ്പോൾ ധരിച്ചിരുന്ന ഒരു മേലങ്കിയായിരുന്നു ഇത്. പിൽക്കാലത്ത് മാതാവിനോടുള്ള ഭക്തിയുടെ അടയാളമായി കർമ്മലീത്ത സന്യാസിമാർ ഇത് സ്വീകരിച്ചു. മൂന്നാമത്തേതാണ് മാതാവ് നൽകിയ സ്വർഗീയ സമ്മാനം എന്നുള്ളത്. പരമ്പരാഗത വിശ്വാസമനുസരിച്ച് 1251 ജൂലൈ 16 പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് നൽകിയതാണ് ഈ ഉത്തരീയം. ഇത് നിനക്കും എല്ലാ കർമ്മലീത്തക്കാർക്കുമുള്ള സവിശേഷമായ അടയാളമാണ്. ഉത്തരീയം ധരിച്ചു മരിക്കുന്നവരാരും നിത്യനരകാഗ്നി അനുഭവിക്കുകയില്ല എന്ന് മാതാവ് അരുളി ചെയ്തു. പിന്നീട് സഭ ഇത് സാധാരണക്കാരായ വിശ്വാസികൾക്കും നൽകാൻ അനുവാദം നൽകി. നാലാമത്തേതാണ് ഒരു കുഞ്ഞു സന്യാസ വസ്ത്രം എന്നുള്ളത്. കർമ്മലീത്ത സന്യാസ വസ്ത്രത്തിന്റെ ഒരു ലഘുരൂപമാണിത്. തവിട്ട് അല്ലെങ്കിൽ കാപ്പി നിറത്തിലുള്ള 2 ചെറിയ തുണിക്കഷ്ണങ്ങൾ ഒരു നൂലിൽ കോർത്താണ് ഇത് നിർമ്മിക്കുന്നത്. ഒരു ഭാഗം നെഞ്ചിലും മറുഭാഗം പുറകിലും വരത്തക്ക വിധം വസ്ത്രങ്ങൾക്കുള്ളിലാണ് ഇത് ധരിക്കേണ്ടത്. അഞ്ചാമത്തേതാണ് ദൈവമാതാവിന്റെ സേവന യൂണിഫോം എന്നുള്ളത്. വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ വാക്കുകളിൽ, ഭൂമിയിലെ ഭരണാധികാരികൾ തങ്ങളുടെ സേവകർ യൂണിഫോം ധരിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് പോലെ മാതാവിന്റെ ദാസന്മാർ അവളുടെ ഉത്തരീയം ധരിക്കുന്നത് കാണുമ്പോൾ അമ്മ സന്തോഷിക്കുന്നു എന്നാണ് പറയുന്നത്. ആറാമത്തേതാണ് 3 ആത്മീയ അർത്ഥങ്ങൾ. ഉത്തരീയം പ്രധാനമായും 3 കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. മാതാവിന്റെ മാതൃസഹജമായ സ്നേഹവും സംരക്ഷണവും, നമ്മൾ മാതാവിന് ഐക്യപ്പെട്ടവരാണെന്ന ബോധ്യവും, ക്രിസ്തുവിന്റെ മുഖം സന്തുഷ്ടിയോടെ വഹിക്കാൻ മാതാവ് നമ്മെ സഹായിക്കുന്നു എന്നത്. ഏഴാമത്തേതാണ് ഇതൊരു സാക്രമെന്റൽ ആണെന്നുള്ളത്. വിശുദ്ധ കൂദാശകളെ പോലെ നേരിട്ട് ദൈവകൃപ നൽകുന്നില്ലെങ്കിലും ഭക്തിയോടെ സ്വീകരിക്കുന്നവരിൽ ദൈവസ്നേഹവും പശ്ചാത്താപവും വളർത്താൻ സഹായിക്കുന്ന ഒരു കൂദാശ അനുകാരിയായി സഭ ഇതിനെ അംഗീകരിക്കുന്നു. എട്ടാമത്തേതാണ് കത്തോലിക്കക്കാരല്ലാത്തവർക്കും നൽകാമെന്നുള്ളത്. ഒരിക്കൽ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന്റെ അടുക്കൽ മരണാസന്നനായ ഒരു വൃദ്ധനെ എത്തിച്ചു. കത്തോലിക്കനല്ലായിരുന്നിട്ടും സുഹൃത്തുക്കൾക്ക് നൽകിയ വാക്കിന്റെ പേരിൽ അവൻ ഉത്തരീയം ധരിക്കുകയും ദിവസവും ഒരു നന്മ നിറഞ്ഞ മറിയം ചെല്ലുകയും ചെയ്തിരുന്നു. മരണത്തിന് തൊട്ടുമുൻപ് അദ്ദേഹം ജ്ഞാനസ്നാനവും രോഗിലേപനവും സ്വീകരിച്ച് സമാധാനത്തോടെ കണ്ണടച്ചു. 9ാമത്തേതാണ് ഫാത്തിമ ദർശനത്തിലെ സാന്നിധ്യം. ഫാത്തിമയിലെ അവസാന ദർശനത്തിൽ മാതാവ് കർമ്മലീത്ത സന്യാസ വസ്ത്രം ധരിച്ച് കയ്യിൽ ഉത്തരീയവുമായി പ്രത്യക്ഷപ്പെട്ടതായി സിസ്റ്റർ ലൂസിയ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ യഥാർത്ഥ മക്കൾ ഇത് ഭക്തിയോടെ ധരിക്കണമെന്ന് മാതാവെന്ന് ഓർമ്മിപ്പിച്ചു. 10ാമത്തേതാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കേടുപാടുകൾ വരാത്ത ഉത്തരീയം. ഗ്രിഗറി 10ാമൻ മാർപ്പാപ്പയെ ഉത്തരീയത്തോടെയാണ് അടക്കം ചെയ്തത്. 600 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കല്ലറ തുറന്നപ്പോൾ ആ ഉത്തരീയം ഒട്ടും കേടുപാടുകൾ കൂടാതെ കാണപ്പെട്ടു. വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ കാര്യത്തിലും ഇത് സംഭവിച്ചു. ഡോൺ ബോസ്കോ, ജോൺ പോൾ 2ാമൻ മാർപ്പാപ്പ എന്നിവരും ഉത്തരീയം സ്ഥിരമായി ധരിച്ചിരുന്നു. 11ാമത്തേതാണ് ഉത്തരീയം എങ്ങനെ ധരിക്കുന്നു എന്നുള്ളത്. ആദ്യമായി ഉത്തരീയം ധരിക്കുമ്പോൾ ഒരു വൈദികൻ അത് ആശീർവദിച്ച് പ്രത്യേക പ്രാർത്ഥനയോടെ വേണം ഇത് ധരിക്കാൻ. 12ാമത്തേതാണ് ആദ്യത്തെ ഉത്തരീയത്തിന് മാത്രം ആശീർവാദം മതി. ആദ്യമായി ധരിച്ച ഉത്തരീയം കേടുവന്നാൽ പുതിയത് വാങ്ങുമ്പോൾ വീണ്ടും വൈദികനെ കൊണ്ട് ആശീർവദിപ്പിക്കേണ്ടതില്ല. എന്നാൽ ആശീർവദിച്ച പഴയ ഉത്തരീയം അലക്ഷ്യമായി വലിച്ചെറിയരുത്. പകരം അത് കത്തിച്ചു കളയുകയോ മണ്ണിൽ കുഴിച്ചു മൂടുകയോ വേണം.